കാന്തല്ലൂർ സ്വാമി എന്ന് വിളിക്കണോ സുനിൽ പരമേശ്വരൻ എന്ന് വിളിക്കണോ? എന്തായാലും കുഴപ്പമില്ല, നമ്മളാന്ന് അറിഞ്ഞാൽ മതി അല്ലേ. സുനിൽ പരമേശ്വരൻ എന്ന് വിളിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഏറ്റുമുട്ടൽ കണ്ടല്ലോ, വാകത്താനം വേഴ്സസ് അട്ടപ്പാടി. അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ആത്മീയതയിൽ കുറച്ചുകൂടെ ആഴ്ന്നിറങ്ങിയ ആളാണല്ലോ സുനിൽ. ഒരു വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിശ്വാസമില്ല, അതും അന്ധതയാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതും അന്ധതയാണ്. ഞാൻ പറയട്ടെ. അപ്പൊ രണ്ടും ഇല്ലാന്ന് പറയുന്നതും ഉണ്ടെന്ന് പറയുന്നതും അന്ധവിശ്വാസമാണ്. നമ്മളിപ്പോൾ രാത്രി ഉള്ളത് കൊണ്ടാണ് പകലിൻ്റെ ശക്തി അറിയുന്നത് അല്ലേ? രണ്ടും രണ്ടാണ്. നമ്മളിപ്പോൾ ഒരു ബൾബ് കത്തണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വേണം അല്ലേ? അപ്പം നെഗറ്റീവൂടെ വെച്ചാലേ പോസിറ്റീവ് പ്രകാശിക്കുള്ളൂ. ഒരു പ്രകാശം തീക്ഷ്ണമായിട്ട് നമുക്കൊരു അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വേണം. അപ്പം നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഇടയ്ക്കുള്ള ഒരു ശക്തി ഉണ്ടെന്ന് നമുക്ക് ചണ്ടാളസ്വാമിയും വേണം, രണ്ടും വേണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, അത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിയുടെ ഊർജ്ജം നമുക്കറിയാം. നെഗറ്റീവ് ആരാന്ന എന്റെ ചോദ്യം. അല്ല, അത് നെഗറ്റീവ്, അത് കണ്ടെത്താൻ ഇപ്പോഴല്ല നമ്മളത് കണ്ടെത്തുന്നത്. ഇതിന്റെ തെറ്റേത് ഇതിന്റെ ശരിയേത് എന്നുള്ളത് ഞാനൊരു ഉദാഹരണമായിട്ട് ഞാനിവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ശബരിമലയിലെ ഏറ്റവും വലിയ തന്ത്രിയാണ്, ദൈവത്തിന് തുല്യനായിട്ടുള്ള ആളാണ്. ദൈവമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആര് വിശ്വസിച്ചു? അവിടുത്തെ രാജീവ് കണ്ഠരർ തന്നെ വിശ്വസിച്ചു. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ പണം കുന്നുകൂടാനുള്ള കാരണം ഞാനത് പരസ്യമായിട്ട് എഴുതുകയും ചെയ്തു. വളരെ ദയനീയമായ ഒരു അവസ്ഥയുണ്ടായിരുന്നത് ശബരിമല ഈ തമിഴ്നാട്ടിൽ വന്ന ഒരുപാട് ചെറുപ്പം ഇന്നും എൻ്റെ മനസ്സിൽ വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒരു അച്ഛനും ഒരു ചെറിയ കുട്ടിയും കൂടെ അയ്യപ്പൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുകയാണ്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ അയാളെ ഒരു ഇടുമുടിക്കെട്ടും മറ്റൊരു കൊച്ചുകുട്ടിയാണ്. രാജഗോപാൽ സാർ അവിടെ പ്രസിഡൻ്റായിരുന്ന സമയത്താണ്. അപ്പോൾ എനിക്കവിടെ ഈ പരിചയമുള്ളതുകൊണ്ട് മുമ്പിലോട്ട് കയറി നിന്നു. അതിനുശേഷം ഞാൻ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കില്ല. ആരോ പുറകിൽ നിന്ന് തള്ളിയപ്പോൾ ഈ അവിടെ നിന്ന് ആ പോലീസുകാരൻ്റെ പുറത്തേക്ക് അയാൾ ചെന്ന് വീണു. ഈ നിന്ന ആള്, ആ പോലീസുകാരൻ അയാളുടെ നെഞ്ചിലേക്ക് ഒരു ഇടിയിടിച്ചു. അന്ന് ആ കുട്ടി തിരിഞ്ഞിങ്ങനെ ഒരു നോക്കി അവൻ്റെ അച്ഛനെ. ഞാൻ അന്ന് ശബരിമലയിലുള്ള യാത്ര നിർത്തിയതാണ്. ആ വേദന ഇപ്പോഴും ഉണ്ട്. ഞാൻ പിറ്റേ ദിവസത്തെ മനോരമയിൽ കത്ത് കേൾക്കാത്തത് എഴുതി. അപ്പോൾ അവിടെ അതിനെ ഒന്നും നിയന്ത്രിക്കാനോ നിലനിർത്താനോ പറ്റില്ല. ദൈവതുല്യനായ ഒരാൾ അതുപോലും സഹിക്കാൻ പറ്റാതെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്താണ്? ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവത്തെ കുളിപ്പിക്കുകയും പൂവിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ തന്ത്രിമാർ, കള്ളന്മാരെ ദൈവത്തെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്, നിലത്ത് കിടക്കുന്നത്. അപ്പോൾ ഒരു ശക്തിയുണ്ട് പ്രപഞ്ചത്തിൽ. ആ ശക്തിയാണ് ശക്തി. അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. അങ്ങനെ എന്തോ ഉള്ളത് കൊണ്ടല്ലേ ഇദ്ദേഹം അകത്ത് പോയത്. വെള്ളം കുടിക്കും, അത് 100%. അത് ഇപ്പൊ ഭക്തിയുണ്ട്, അവൻ ജപിക്കും, അവൻ മന്ത്രതന്ത്രാദികൾ ചെയ്യും, എല്ലാ കർമ്മങ്ങളും ചെയ്യും. പക്ഷെ അതിന്റെ കൂടെ ഇതുകൂടെ ചെയ്യുമ്പോൾ ആരാണോ അത്രം ഈ താന്ത്രിക ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഈ തമിഴ്നാട്ടിലൊക്കെ പോയി ചില മന്ത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ബലികർമ്മം ചെയ്താൽ കുറേ പണം കിട്ടുമെന്നും നിധി കുഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ കർണേഷ് ഉപാസനയുടെ ഫലം പറയുന്നതാണ്. ഞാൻ ഒരു ദിവസം 200 പേരുടെ ഫലം പറയും തിരുവനന്തപുരത്ത്. അവിടെ ഞാൻ വരുമ്പോൾ ആൾക്കാർ കേൾക്കുന്നത് ഇതൊക്കെ തന്നെ അന്ധതയിലേക്ക് പോയിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യനിൽ അന്ധത ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നെ കാണാൻ വന്നു കായംകുളത്തുനിന്ന്. പുള്ളി പിറ്റേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഈ ഓജോ ബോർഡിലൂടെ പുള്ളി ഇങ്ങനെ ആൾക്കാരെ കണ്ടെത്തുകയാണ്. ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട്. അദ്ദേഹം എനിക്ക് വളരെ അത്ഭുതമാണ്. ഒരു പടം എനിക്ക് അയച്ചു തന്നു, ഒരു പെൺകുട്ടിയുടെ ബംഗ്ലാദേശിലുള്ള. അത് അങ്ങനെ ഒരു സ്ത്രീ ഇല്ല, പുള്ളി അതുണ്ടെന്ന് എന്നോട് സ്ഥാപിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആളില്ല. ഞാൻ വിശ്വസിക്കില്ല. അതെങ്ങനെ വിശ്വസിക്കും? പക്ഷേ പുള്ളിയായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഒരു മനഃശാസ്ത്രം, ഇത് ആത്മീയതയ്ക്കകത്ത് കെട്ടുപിണഞ്ഞു. നമ്മുടെ ഇവിടെയുള്ള ആത്മീയതയ്ക്കകത്ത് ഞാൻ 45 മാന്ത്രിക നോവൽ എഴുതിയ ആളാണ്, അനന്തഭദ്ര ഉൾപ്പെടെ. ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഏതിലാണെങ്കിലും ഇവിടെ ഇടകലരുന്നു. ഇപ്പം ഇവരൊക്കെ ഒന്നുണ്ട്, അത് ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ഇത് തെറ്റാണെന്ന് പറയാനുമുള്ള ജ്ഞാനം നമുക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.